പട്ടേ ആ മിനിസ്റ്ററുടെ നമ്പർ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കട്ടോ. നീ അത് കൊടുത്താ മതി. ഓക്കെ ഓക്കെ. എനിക്കതിനെ നേരിട്ട് കാണണം. നീ പറഞ്ഞത് എനിക്കത്ര ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും കഴിയില്ല. ഞാനെന്തും നേർക്ക് നേരാണ്. കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും അതും നേർക്ക് നേർ. ഇന്നുവരെ ആ ശീലം ഞാൻ തുടർന്നിട്ടുള്ളൂ. നീയായിട്ട് അത് മാറ്റാൻ ശ്രമിക്കണ്ട. നിനക്ക് കിട്ടാനുള്ള കിട്ടി നീ വിട്ടോ. എന്നോടാണോ ഭീഷണിയോ? ഭീഷണി എന്ന് പറഞ്ഞ സംഭവം ഇന്നലെയും ഇന്നും നാളെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോടാണോ തന്റെ ഭീഷണി? ആശയൊക്കെ കുഴപ്പമില്ല, പക്ഷെ അത് ആളും തരം നോക്കിയിട്ടാവണമെന്ന് മാത്രം. ഇവിടെ നിങ്ങൾ 5-8 പേര് ഇവിടെ 5-8 ദിവസമായില്ല ഇവിടെ കിടന്ന് വിലസണം. നിങ്ങൾ എവിടെ വന്നാടാ? ഇത് സ്ഥലം പേരാട്ടോ. ഇവിടെ വന്ന് കൊമ്പ് കാണിച്ചാണ്ടല്ലോ ഒലമ്പി വിടും. പോടാ വന്നേക്കണു. ഇവിടുത്തെ ഒരു ശൈലി അനുസരിച്ച് ഇറച്ചിയിലും മണ്ണ് പറ്റിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. പോടാ. വരരുത്, ആ കാര്യം പറഞ്ഞു എന്റെ അടുത്ത് വരരുത്. എല്ലാം മറന്നിരിക്കുകയാണ്. വീണ്ടും അത് പറഞ്ഞ ഓർപ്പിക്കരുത്. ഇപ്പൊ പോ എന്നെ അത് പറഞ്ഞു വരരുത്. പോ. സുമതിനെ കാണാൻ വേണ്ടി വന്നതാണ് ശശിമുണ്ടൂര്. ഓ അത് കൊള്ളാം. നിങ്ങളൊന്ന് കേട്ട് നോക്കണം. 2 ആഴ്ചയായി സുമതി ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഇപ്പഴാ വന്നേക്കുന്ന ഒരു പണത്താവ്. അതിന് വേറെ കാര്യം ചേച്ചിയെ, ഞങ്ങളുടെ നാട്ടില് പാലക്കാട് മുണ്ടൂര് ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 വർഷം കൂടുമ്പോഴതാണ്. സുമതര പ്രസവം എന്ന് പറഞ്ഞ വർഷം ഉണ്ടല്ലോ, അതിന് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആന കടഞ്ഞിട്ടില്ലേ, സകലമാന ആൾക്കാർ ഓടി. അപ്പൊ ഈ ആനയ്ക്ക് പാപ്പാനല്ലേ? ആന്റെ പാപ്പനാണോ കുട്ടിച്ചനാന്നറിയില്ലേ, ഒരാൾ ആദ്യം ഓർന്ന് കണ്ടു. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോ ആന മതളകി നിൽക്കാണ്. അപ്പൊ ഞാൻ ധൈര്യത്തിൽ ആനയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചോദിച്ചു, എടാ സുരേ, എന്താണ് മനക്ക് വേണ്ടത് ചോദിച്ചപ്പോലെ ഈ ആന എന്നെ പിടിച്ചിട്ടിട്ട് ഒറ്റ ഏറാണ്. ഞാനിങ്ങനെ പറന്ന് ചെന്ന് വീണതോ നാടക നടി രമണിന്റെ വീട്ടില്. എന്തിനാ ഏട്ടോ അക്രാന്ത മൂത്ത് നടന്നു വന്നാ പോരേന്ന്. നടന്നു പോയാ പോരായിരുന്നു. മതിയായിരുന്നു, പക്ഷെ ആന സമ്മതിക്കണ്ടേ. ഹൃദയം ഒരു വീണയാ, അതിൽ നിൻമൊഴിയാ. ഹൃദയം ഒരു വീണയാ, അതിൽ നിൻമൊഴിയാ. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് I lost that touch. I am not confident anymore. 2 பேரு மொத்த டாக்குமெண்ட்ஸும் அபேஸ். யாரா நீ? பராசக்தி ஹீரோடா. சிவாஜி பேரை கேட்ட உடனே சும்மா அதறது இல்ல. என்ன பண்ண போற?